ഓവർ റേറ്റഡ് സ്ട്രൈക്കറാണോ വിക്ടർ യോക്കറസ്? ആഴ്സണലിൽ എത്തിയതിനു ശേഷമുള്ള യോക്കറസിന്റെ സ്റ്റാറ്റ്സ് മാത്രം വിലയിരുത്തിക്കൊണ്ട് മാത്രം ഓവർ റേറ്റഡ് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അതേസമയം സ്റ്റാറ്റ്സിനും അപ്പുറത്ത് കളിക്കളത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ യോക്കറസിന് സാധിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ആഴ്സണലിന്റെ മറ്റ് സ്ട്രൈക്കർമാരെ വെച്ച് നോക്കുമ്പോൾ യോക്കറസിന്റെ ഈ സീസണിലെ പ്രകടനം എങ്ങനെയാണെന്ന് നോക്കിയാലോ? സ്പോർട്ടിംഗ് എസ്പിയിലെ 2 വിജയകരമായ സീസണുകൾക്ക് ശേഷമാണ് ഈ സീസണിൽ യോക്കറസിനെ ആഴ്സണൽ എത്തിക്കുന്നത്. സ്പോർട്ടിംഗിൽ 2 സീസണുകളിൽ നിന്നായി 102 മത്സരങ്ങളിൽ നിന്ന് 97 ഗോളുകളാണ് യോക്കറസ് അടിച്ചുകൂട്ടിയത്. ആഴ്സണൽ വെല്ലുവിളി നേരിട്ടിരുന്ന സ്ട്രൈക്കർ റോളിൽ ഒരു മികച്ച ഓപ്ഷൻ. യോക്കറസിനെ തട്ടകത്തിലെത്തിക്കുമ്പോൾ ഇതായിരുന്നു ആഴ്സണലിന്റെ ലക്ഷ്യം. എന്നാൽ പ്രീമിയർ ലീഗിൽ ഇതുവരെ കളിച്ച 19 മത്സരങ്ങളിൽ നിന്ന് ആകെ 5 ഗോളുകൾ മാത്രമാണ് യോക്കറസിന് നേടാനായത്. കൂടാതെ ഒരു മത്സരത്തിൽ ഉതിർക്കുന്ന ഷോട്ടുകളുടെ എണ്ണത്തിലും ഷോട്ടുകളുടെ കൺവേർഷൻ റേറ്റിലും ബോൾ ടച്ചസിലുമെല്ലാം യോക്കറസ് മറ്റ് സ്ട്രൈക്കർമാരെ വെച്ച് നോക്കുമ്പോൾ പിന്നിലാണ്. ഇതോടെയാണ് താരത്തിനെ എത്തിച്ചത് ആഴ്സണലിന് ഒരു നഷ്ടമാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടിയത്. എന്നാൽ ഈ കണക്കുകൾക്കും അപ്പുറത്ത് കളത്തിൽ സ്വാധീനം ചെലുത്താൻ യോക്കറസിന് സാധിക്കുന്നുണ്ട്. എതിർ ടീമിന്റെ ബോക്സിലേക്ക് നടത്തുന്ന ഓഫ് ദ ബോൾ റണ്ണുകൾ ഡിഫൻഡർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിനും അതിലൂടെ ആഴ്സണലിന്റെ വിങ്ങർമാർക്ക് കൂടുതൽ സ്പേസ് ലഭിക്കുന്നതിനും ഇടയാക്കുന്നു. ഇങ്ങനെ ഗോളടിക്കാത്ത മത്സരത്തിൽ പോലും ആഴ്സണലിന്റെ അറ്റാക്കിന് വഴിയൊരുക്കാൻ യോക്കറസിന് സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആഴ്സണലിന്റെ മുന്നേറ്റ നിരയിൽ ചെലുത്തുന്ന സ്വാധീനവും വലുതാണ്. എങ്കിലും കൂടുതൽ ഗോളുകൾ യോക്കറസിന്റെ ബോട്ടിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. കാരബാവോ കപ്പിൽ ചെൽസിക്കെതിരെ ഗോളും അസിസ്റ്റും നേടിയ പ്രകടനം നൽകുന്നത് പോസിറ്റീവ് സൈനാണ്. എന്താണ് താരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? പങ്കുവെക്കൂ.